നമസ്കാരം. ഉപതിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതോടെ സംസ്ഥാന എൻസിപിയിൽ വീണ്ടും മന്ത്രിസ്ഥാനത്തിനായി പിടിവലി തുടങ്ങിയിരിക്കുകയാണ്. ശശീന്ദ്രനെ താഴെയിറക്കി മന്ത്രിസ്ഥാനം നേടാൻ വേണ്ടി തോമസ് കെ തോമസ് ആണ് ഇപ്പോൾ കളത്തിലുള്ളത്. തോമസിന് വേണ്ടി ചരടുവലികളുമായി എൻസിപി സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും രംഗത്തുണ്ട്. മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന് പറഞ്ഞാണ് എൻസിപി സംസ്ഥാന നേതൃത്വം തോമസ് കെ തോമസിന് വേണ്ടി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് PC ചാക്കോയും തോമസ് കെ തോമസും നാളെ ശരത് പവാറുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരത് പവാറിനെ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇവരുടെ നീക്കം. അതേസമയം തന്നെ മുഖ്യമന്ത്രി അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ എന്നാണ് അറിയേണ്ടതും. മന്ത്രിയെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. അകവും പുറവും പരിശോധിച്ച ശേഷമേ മന്ത്രിയെ മാറ്റുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയൂ. മന്ത്രിയെ മാറ്റണമെന്ന് പറയേണ്ടത് വ്യക്തികളുമല്ല, പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ശശീന്ദ്രൻ പറയുന്നുണ്ട്. എൻസിപിയുടെ മന്ത്രിയെ മാറ്റുന്നതിൽ മുഖ്യമന്ത്രിയെ ചിലത് ധരിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മറുപടി താൻ കേന്ദ്ര നേതൃത്വത്തെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി കേന്ദ്രം പരിഗണിക്കുമെന്നാണ് കരുതുന്നതെന്നും ശശീന്ദ്രൻ പറയുന്നുണ്ട്. അതിനിടെ AK ശശീന്ദ്രൻ ഉടൻ രാജിവെക്കുമെന്നും താൻ മന്ത്രിയാകുമെന്നും ആവർത്തിച്ച് തോമസ് കെ തോമസ് MLAയും രംഗത്ത് വന്നിരുന്നു. AK ശശീന്ദ്രനോട് രാജിവെക്കാൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ആവശ്യപ്പെട്ടെന്നും രാജ്യപ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമേ ഉണ്ടാകുമെന്നുമാണ് തോമസ് കെ തോമസ് പറയുന്നത്. ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിനു ശേഷം ആ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പറഞ്ഞിരുന്നത്. 2.5 വർഷം ശശീന്ദ്രനും 2.5 വർഷം എനിക്കും എന്നതായിരുന്നു പവാർ ജിയുടെ തീരുമാനമെന്നും ആ തീരുമാനം നടപ്പിലാകുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞിരുന്നു. തുടർന്നാണ് ശരത് പവാർ ഈ തീരുമാനം അംഗീകരിച്ചെന്ന് പറഞ്ഞും AK ശശീന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നും വെളിപ്പെടുത്തി തോമസ് കെ തോമസ് രംഗത്ത് വരുന്നത്. പവാർ വഴങ്ങിയത് PC ചാക്കോയുടെ സമ്മർദ്ദത്തിലാണ്. AK ശശീന്ദ്രൻ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയം സംബന്ധിച്ച ശരത് പവാറും പ്രകാശ് കാരാട്ടും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും രാജ്യപ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമേ ഉണ്ടാവുകയുള്ളൂ എന്നും തോമസ് കെ തോമസ് പറഞ്ഞു. നേരത്തെ കോഴ ആരോപണത്തിൽ തോമസ് കെ തോമസിന് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. NCP നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയ്ക്കാണ് റിപ്പോർട്ട് നൽകിയത്. RSP ലെനിനിസ്റ്റ് പാർട്ടി നേതാവ് കോവൂർ കുഞ്ഞുമോൻ MLA, ജനാധിപത്യ കേരള കോൺഗ്രസ് MLA ആന്റണി രാജു എന്നിവർക്ക് തോമസ് കെ തോമസ് 100 കോടി കോഴ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു ആരോപണം. ഈ ആരോപണം ഉള്ളതിനാലായിരുന്നു തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പരിഗണിക്കാതിരുന്നത്. ചാക്കോയ്ക്ക് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ് NCPയിൽ മന്ത്രിതർക്കം പുകയുന്നതെന്ന സൂചനകളുമുണ്ട്. കേന്ദ്ര നേതൃത്വവും PC ചാക്കോ തോമസ് കെ തോമസ് സഖ്യത്തിനോട് ചായ്വ് പ്രഖ്യാപിച്ചാൽ നഷ്ടം നിലവിലെ മന്ത്രി AK ശശീന്ദ്രന് മാത്രമായിരിക്കും. 2006 മുതൽ 4 നിയമസഭകളിൽ MLA ആണ് AK ശശീന്ദ്രൻ. 1980, 1982 വർഷങ്ങളിലെ ജയം കൂടി കണക്കിലെടുത്താൽ 6 തവണ നിയമസഭാംഗമായിരുന്നിട്ടുണ്ട് അദ്ദേഹം. 2011 മുതൽ എലത്തൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരുന്ന AK ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ തന്നെയാണ് PC ചാക്കോയും കണ്ണുവയ്ക്കുന്നത്. എന്നാൽ CPMന് എലത്തൂർ മണ്ഡലം ഏറ്റെടുക്കാനാണ് താല്പര്യം. നിലവിൽ 2 MLAമാരാണ് കേരള നിയമസഭയിൽ NCPക്കുള്ളത്. ഈ സാഹചര്യത്തിലാണ് 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസുമായി വച്ചുമാറണമെന്ന തീരുമാനം അന്നുണ്ടായതും. ദേശീയ നേതാവായിരുന്ന പ്രഫുൽ പട്ടേൽ, AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന TP പീതാംബരൻ മാസ്റ്റർ എന്നിവരുൾപ്പെട്ട ചർച്ചയിലായിരുന്നു ഈ ധാരണയുണ്ടായത്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പൊട്ടിത്തെറികളുടെ ഫലമായി NCP ദേശീയ നേതൃത്വം പിളരുകയും പ്രഫുൽ പട്ടേൽ ശരത് പവാറിനോട് വിട പറയുകയും ചെയ്തു. അന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത TP പീതാംബരൻ മാസ്റ്റർ ശശീന്ദ്രനൊപ്പമായതിനാൽ ധാരണയെക്കുറിച്ച് പറയാൻ തയ്യാറുമല്ല. ഈ പ്രതിസന്ധി PC ചാക്കോ വഴി തോമസ് കെ തോമസ് ശരത് പവാറിനെ ബോധിപ്പിച്ചപ്പോഴാണ് കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ടായത്. നന്ദി.